ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൺലൈൻ സീരീസിൻ്റെ 27ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്വിറ്ററിൻ്റെ ഒരു ബിസിനസ് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കിയിരുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്വിറ്ററിൻ്റെ ആഡ്സ് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ മോർ സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ടൂൾസ് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ട്വിറ്റർ ആഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ ഇവിടെ പ്രോപ്പറായിട്ട് നമ്മുടെ കൺട്രിയും റീജിയനും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ കൺട്രി നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ടൈം സോൺ എന്താ പറഞ്ഞാൽ ബംഗ്ലാദേശ് ടൈം മാത്രമേ ഉള്ളൂ. സോ ഞാനിവിടെ ബംഗ്ലാദേശ് ടൈം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതേപോലെ തന്നെ ക്രിയേറ്റ് ഫസ്റ്റ് കീവേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന പോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ആഡ് ഉണ്ട്. ഇവിടെ നമ്മൾ റീച്ച് ഇൻക്രീസ് ചെയ്യാൻ എൻഗേജ്മെൻറ്റ്, പോസ്റ്റ് എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മളിടുന്ന ട്വീറ്റ് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉള്ളതുണ്ട്. അതുപോലെ തന്നെ ഫോളോവേഴ്സിനെ കൂട്ടാനുള്ള ആഡ് ഉണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ് ട്രാഫിക് ഇൻക്രീസ് ചെയ്യാനുള്ള ആഡ് ഉണ്ട്. അതുപോലെ തന്നെ റീച്ച് യൂസർ വിത്ത് ഹയർ ഇൻറ്റൻറ്റ്, ഈ പർട്ടിക്കുലർ കീവേഡ് വെച്ചിട്ടുള്ള ഹയർ ഇൻറ്റൻറ്റ് യൂസേഴ്സിനെ കൊണ്ടുവരാനായിട്ടുള്ള ഓപ്ഷൻസും നമുക്കുണ്ട്. സോ ഇതിൽ ഞാനിപ്പോൾ കറൻ്റ്ലി ഒരു റീച്ച് ക്യാമ്പയിനും അതുപോലെ തന്നെ ഒരു എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻസും നമുക്ക് നോക്കാം. സോ നമ്മൾ റീച്ച് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ഒബ്ജക്റ്റീവാണ് ചൂസ് ചെയ്യുന്നത്. ദെൻ ആഫ്റ്റർ ഇവിടെ നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമ്മുടെ ആഡിൻ്റെ ആഡ് കോപ്പി നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ആഡിനൊരു ആഡ് കോപ്പി ഞാനിവിടെ ബിൽഡ് ചെയ്ത് കൊടുത്തു. ദെൻ ആഫ്റ്റർ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. ദെൻ ഇവിടെ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള നമ്പറും ഡീറ്റെയിൽസൊക്കെ നമുക്ക് വെക്കണമെന്നുണ്ട് വെച്ചാൽ വെക്കാം. അതേപോലെ തന്നെ നമുക്ക് പീപ്പിൾസിനെ മെൻഷൻ ചെയ്യണമെന്ന് വെച്ചാൽ @ നമുക്ക് പീപ്പിൾസിനെ മെൻഷൻ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ദെൻ ആഡ് മീഡിയ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡിവൈസിൽ നമ്മൾ ബ്രൗസ് ചെയ്യാണ്. ഞാനിവിടെ ഒരു പോസ്റ്റ് ചൂസ് ചെയ്ത് കൊടുത്തു. ഇതിൽ നമ്മൾ 1:1 കൊടുത്ത് ഞാനിവിടെ സേവ് ചെയ്യാണ്. സേവ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ ഒരു പോസ്റ്റ് നമ്മൾക്ക് ഇവിടെ വരും. ഞാൻ ആ ഒരു പോസ്റ്റ് സെലക്ട് ചെയ്ത് കൺഫേം ചെയ്യാണ്. ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഡെമോഗ്രാഫിക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾക്ക് ഡെമോഗ്രാഫിക്സ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ജെൻഡർ, അതേപോലെ തന്നെ ഏജ്, ഓൾ ഏജ് റേഞ്ച് ആണോ വെച്ചാൽ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ലൊക്കേഷൻ ചൂസ് ചെയ്യാം. അല്ല വെച്ചാൽ റേഡിയസ് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ലൊക്കേഷനാണ് ചൂസ് ചെയ്യുന്നത്. ഞാനിവിടെ കേരള എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. കേരള എന്നുള്ളത് ചൂസ് ചെയ്തു. കേരള ലൊക്കേഷനാണ്. ഇതിൽ നമുക്ക് ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ടൊന്നും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ തൃശ്ശൂർ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ തൃശ്ശൂർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണില്ല. നമുക്ക് ഒരു സ്റ്റേറ്റ് ആയിട്ട് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോൾ അറൗണ്ട് കേരള മാത്രമേ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ റീജിയൻ ചൂസ് ചെയ്ത് കൊടുത്തു. ദെൻ ടാർഗറ്റിംഗ് ഫീച്ചേഴ്സിൽ കയറി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് കീവേഡ് ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലാന്നുണ്ട് പറഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിട്ടോ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടോ ലാംഗ്വേജസ് നമ്മുടെ കസ്റ്റമർ സ്പീക്ക് ചെയ്യുന്ന ലാംഗ്വേജ് ബേസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കറൻ്റ്ലി ഞാനിപ്പോൾ ഇതിൽ കീവേഡ്സോ മറ്റു കാര്യങ്ങളൊന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല. നമുക്ക് വേണമെന്നുണ്ട് വെച്ചാൽ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാറ്ററിംഗ് സർവീസാണ്, അതുകൊണ്ട് കാറ്ററിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നമുക്ക് വേണമെങ്കിൽ നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓപ്ഷനിലാണ്, ഇതെല്ലാം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചൂസ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ആഫ്റ്റർ പ്രോപ്പറായിട്ടുള്ളൊരു ബഡ്ജറ്റ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് പേയ്മെൻറ്റ് മെത്തേഡ് കൊടുത്തതിന് ശേഷം ലോഞ്ച് ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാമ്പയിൻ റിവ്യൂ ചെയ്യുകയും പിന്നീട് നമ്മുടെ ആഡ് പുഷ് ആവുകയും ചെയ്യും. ഇത് നമ്മൾ ഒരു എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻസും കൂടിയിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കണ്ടേ. എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞാൽ നമ്മൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിലേക്ക് കൂടുതലായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാണ്. ഇവിടെ ഞാൻ വീണ്ടും ഇവിടെ ഒരു ആഡ് കോപ്പി എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ ആഡ് മീഡിയ എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഞാനിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഓൾറെഡി ഇതിലേക്ക് ഇട്ടിരിക്കുന്ന പോസ്റ്റാണ് നമ്മളിവിടെ ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കാണ് കൂടുതലായിട്ട് എൻഗേജ്മെൻറ്റ് വരുന്നത്. സോ ഞാനത് ചൂസ് ചെയ്ത് കൊടുത്തു. ദെൻ ആഫ്റ്റർ നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്തു. ദെൻ ആഫ്റ്റർ ഇവിടെയും ഞാൻ നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഡെമോഗ്രാഫിക്സും അതുപോലെ തന്നെ ടാർഗറ്റിംഗ് ഫീച്ചേഴ്സും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കാം. നമ്മുടെ ബഡ്ജറ്റ് കൊടുക്കാം. അത് എത്ര ദിവസമാണ് ആഡ് റൺ ആവേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. പേയ്മെൻറ്റ് മെത്തേഡ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾക്ക് ഇതിലേക്ക് പ്രോപ്പറായിട്ട് കൊടുത്തതിന് ശേഷം ലോഞ്ച് ക്യാമ്പയിൻ കൊടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ അതും നമുക്ക് ക്യാമ്പയിനായിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്വിറ്റർ ആഡ്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആഡുകൾ നമുക്ക് പുഷ് ചെയ്യാനുണ്ട് അല്ല പറഞ്ഞാൽ വെച്ചാൽ നമ്മളിപ്പോൾ പുറത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ട്വിറ്ററിൻ്റെ ആഡുകളൊക്കെ കൊടുക്കണമെന്നുണ്ട് വെച്ചാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ട്വിറ്റർ ആഡ്സിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പിൻട്രസ്റ്റ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ അതിൻ്റെ ബിസിനസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. സ്റ്റേ ട്യൂൺ.